നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ആക്ച്വലി സോറി, ഞാൻ ഇന്നലെ റീഡിങ് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അമാവാസിയും സോളാർ എക്ലിപ്സ് ഒക്കെ വന്നു പോയപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് എഫക്റ്റായി നല്ലോണം. നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അവസ്ഥ ഒത്തിരി മോശമായിപ്പോയി. എനിക്ക് റീഡിങ് ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. സോ ഇന്ന് ഓക്കെ, ഞാൻ പേഴ്സണൽ റീഡിങ്സ് കുറച്ച് ദിവസത്തേക്ക് ഇല്ല കേട്ടോ. ഓക്കെ, 25th കഴിഞ്ഞിട്ടേ ആലോചിക്കുള്ളൂ. സോ ആ സമയത്ത് ഞാൻ അനൗൺസ് ചെയ്യാം, പേഴ്സണൽ റീഡിങ്സ് ഇല്ല. നമുക്കിന്ന് റീഡിങ് എടുക്കുന്നത് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, ഈ അമാവാസിയും സൂര്യഗ്രഹണവും കടന്നു പോയപ്പോൾ ഓക്കെ, നമുക്ക് പേഴ്സണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ, നിങ്ങളുടെ ബന്ധത്തിൽ ഓക്കെ എന്ത് ചേഞ്ച് ആണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് സീ നമുക്ക് എന്താ വരാൻ പോകുന്നത് എന്നുള്ളതൊന്ന്. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇവിടെ എന്തോ ശനിയുടെ മാറ്റം കൂടി പറയുന്നുണ്ട്. ശനി റെട്രോഗ്രേഡ് എന്ന് പറയും, എനിക്ക് അതിൻ്റെ മലയാളത്തിൽ വക്രി എന്തായാലും പറയാവോ. ഓക്കെ, അങ്ങനെ എന്തോ സംഭവിക്കുന്നുണ്ട്. സോ കുറച്ച് കാര്യങ്ങൾ പാസ്റ്റിലെ ചില സൈക്കിൾസ് ഉണ്ടാവുക, ചില പാഠങ്ങൾ, ലെസൺസിൻ്റെ ഒക്കെ എന്തൊക്കെയോ സമയങ്ങളാണ്. സോ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം. ആൻഡ് ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്തായിരിക്കും ചേഞ്ചസ് എന്നുള്ളത് നോക്കാം. Okay, 4 of Swords, 2 of Cups, 9 of Swords. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് ഓക്കെ എംപ്രസ് ഇവിടെയും വന്നു. ഒന്ന് ഇതുകൂടി ആൻഡ് ഹെർമിറ്റ് ഓൾസോ. ഓക്കെ, ഒരേ കാര്യമാണ് വരുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ജനറൽ റീഡിങ് കൂടി കണ്ടോളൂ, അതിലും ഇതേ എനർജിയാണ് വന്നത്. സോ ഐ തിങ്ക് വളരെ സിമിലർ ആണ്. സോ ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ തമ്മിലൊരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായിരുന്നു, സെപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നാണ്. ഒന്ന് സൈലൻ്റ് ആയിരുന്നു, മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങളായിട്ട് മാറിയതായിരിക്കാം, അവർ മാറിയതായിരിക്കാം. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്ത പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ പരസ്പരം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് മാറിയതാവാം, വേണ്ടാന്ന് പറഞ്ഞ് പോയതായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ സൈലൻ്റ് ആയതായിരിക്കാം, ഒന്നും പറയാതിരിക്കുന്നതായിരിക്കാം. സോ അങ്ങനെ ഒരു എനർജിയാണ് ആദ്യം വന്നത്. സോ അതൊരു ബ്രേക്ക് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ നമ്മൾ പറയില്ല, ഒരു പീരീഡ് ഓഫ് നമ്മൾ തനിച്ചിരുന്ന് കുറച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ് രണ്ടുപേരും. ഓക്കെ, നിങ്ങളായാലും പേഴ്സണായാലും കുറച്ച് തനിച്ചിരുന്ന് ഐ തിങ്ക് രണ്ടുപേരും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളും ഈ ബന്ധത്തിനെ കുറിച്ച് കുറേ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, സിറ്റുവേഷൻ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞത് മാത്രം കുറച്ച് പേർക്ക്. ബട്ട് ഇവിടെ 2 of Cups എനർജിയാണ്. സോ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ മാറിയിരുന്നിട്ടും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളായിരുന്നു അവരുടെ മനസ്സിൽ എന്ന് തന്നെ പറയാം. എംപ്രസ് എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ കാണുന്നത് വളരെ ലൈക്ക് അത്രയും ഒരു സ്നേഹം, റെസ്പെക്റ്റ്, കെയർ എല്ലാം അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്തിട്ടുണ്ട്. ദൂരെ ഇരുന്നാലും മാറിയിരുന്നാലും എവിടെയോ നിങ്ങൾ തമ്മിലുള്ള ഡീപ്പ് ബോണ്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ യൂണിയൻ എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ, സോൾ കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. 2 of Cupsൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ സോൾമേറ്റ് കണക്ഷനാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മനസ്സിൽ ഒരുപാട് അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ് തോന്നിയിട്ടുള്ളത്, എത്ര മാറിയിരുന്നാലും ശരി. 9 of Swords ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ, മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അവരെ കുറ്റബോധമാണ്. എനിക്ക് അവരെ മനസ്സിലുള്ള ടെൻഷൻ ആവാം, ഓക്കെ പേടികളാവാം, രണ്ടും ആവാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് വരുന്ന കുറ്റബോധം എന്നുള്ള എനർജിയാണ്. സോ അവർക്ക് എന്തുകൊണ്ടോ അവർക്ക് മേ ബി നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടായിരിക്കാം. കാരണം അവരെന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്യാമറ എൻ്റെ എക്സ്പ്ലനേഷൻ എടുക്കാം. സോ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഓക്കെ, അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ മാറിയിരുന്നിട്ടും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് അവരെ മനസ്സിൽ സോൾ കണക്ഷൻ എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് യെസ് ഇവിടെ തടസ്സം നിൽക്കുന്നത് ഒന്ന്, അവരെ മൈൻഡ് ക്ലിയർ അല്ല ഇപ്പോഴും. എനിക്ക് അവർ ടെൻഷൻ അടിക്കുന്നുണ്ട്. രാത്രി പോലും ആക്ച്വലി അവർക്ക് ഉറക്കമില്ലാണ്ടായിട്ടുണ്ട്. ഓക്കെ, ഉറക്കമില്ലാതെ ചിന്തിക്കുന്ന രീതി കാണുന്നുണ്ട്. സോ എവിടെയോ അവർ മേ ബി അത് കുറ്റബോധം കൊണ്ടാണ് മെയിൻലി വരാറ്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് പറയുക, കുറ്റബോധം ആണ് ഏറ്റവും അധികം നമ്മളെ രാത്രി ഉറക്കം കെടുത്തുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. സോ മേ ബി ഓക്കെ, നമുക്ക് നോക്കാം ഈ അകൽച്ചയുടെ അവരെന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്ന് കൂടി ഒന്ന് എടുക്കാം. ഞാൻ ഫ്യൂച്ചർ പറയാം എന്തുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. ഹൈ പ്രീസ്റ്റസ്, അഗൈൻ സീക്രസി. ഓക്കെ, ജസ്റ്റിസ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഗൈഡൻസ് മെസ്സേജും കൂടി കണ്ടോളൂ കേട്ടോ. സെയിം ആണ്. ഓക്കെ, ഒരേ മെസ്സേജാണ് വന്നത്. ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. വെരി നൈസ്. അവർ ഡിഫെൻസീവായിട്ട് നിന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അതിപ്പോൾ ഒന്ന് തേർഡ് പാർട്ടിയുടെ എനർജി വരുന്നുണ്ട്. അവർ വേറൊരു തേർഡ് പാർട്ടിയിലായിരുന്നു. അതിപ്പോൾ ഫാമിലി ആവാം, മാരീഡ് ആവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരീഡ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തേർഡ് പാർട്ടിയോട് അവർ ഇൻവോൾവ് ആയിരിക്കാം. സംസാരങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം. ആൻഡ് അതിൻ്റെ കുറ്റബോധം അവർക്ക് നല്ലോണം ഉണ്ട്. അത് തന്നെയാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഒന്നിച്ചാണ് വന്നത്. സോ അങ്ങനെ പറയുമ്പോൾ
തീർച്ചയായിട്ടും അവർക്കൊരു അവർ ചെയ്തതിൻ്റെ തെറ്റ് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അവർക്ക് മനസ്സിൽ അവർക്കറിയാം എന്നിട്ട് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു, ചില കാര്യങ്ങൾ അവർ മറച്ചു. അപ്പോൾ തേർഡ് പാർട്ടി ആവണം നിർബന്ധമില്ല, എന്തെങ്കിലും കാര്യങ്ങൾ അവർ നിങ്ങളോട് മറച്ചതായിരിക്കാം. ചെറിയ നുണകളും ആവാം കേട്ടോ. ഓക്കെ, നമ്മൾ എല്ലാം വലുത് പറയേണ്ട, ചെറിയ നുണകളും ആവാം. ബട്ട് സംതിങ് അവർ ഹിഡൻ ഉണ്ടായിരുന്നു, ഇവിടെ ചില സീക്രറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാത്ത ഉണ്ടായിരുന്നു, അത് പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മോസ്റ്റ്ലി. ഓക്കെ, കാര്യങ്ങൾ പുറത്ത് വന്ന രീതിക്കാണെങ്കിൽ തോന്നുന്നത്. സോ അവരെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, നിങ്ങളത് ചോദ്യം ചെയ്ത് കാണാം. ഓക്കെ, അവർക്ക് അവർ ഡിഫെൻസീവായി. ഓക്കെ, അതായത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരൊന്ന് ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന രീതിക്കാണെങ്കിൽ കാണുന്നത്, അവർക്ക് ഉത്തരങ്ങളില്ല. ഓക്കെ, ബട്ട് അതിനെ അവർ റിയാക്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങളോട് ചിലപ്പോൾ തർക്കുത്തരമൊക്കെ പറയുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ന്യായീകരണമൊക്കെ ചെയ്യുന്നുണ്ടാവും. ബട്ട് അവരുടെ ഉള്ളിൽ അവർക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ഇവിടെ ജഡ്ജ്മെൻറ്റും ഉണ്ട്. സോ വളരെ ഡീപ്പ് തിങ്കിങ്ങിലേക്ക് അവർ പോയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വന്ന എനർജി വെച്ചിട്ട് ഹെർമിറ്റ് അവർ വളരെ ഡീപ്പ് തിങ്കിങ്ങിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുമ്പോൾ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തൊക്കെ തെറ്റാണോ ശരിയാണോ എന്ന രീതിക്ക് അവർ വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കിൽ എനിക്ക് വരുന്നത്. കാരണം ഇവിടെ 2 of Cups വരുന്നുണ്ട്. സോ അവർക്ക് തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് മുന്നോട്ടുള്ള എന്തായിരിക്കും സിറ്റുവേഷൻ നോടി നോക്കാം. ഇതേ ഡെക്ക് തന്നെ ഒന്ന് യൂസ് ചെയ്യുന്നുള്ളൂ, ഒറക്കിൾ എടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് പേഴ്സൺ നീ മുന്നോട്ട് തിരിച്ച് മുന്നോട്ട് എന്തായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് നോക്കാം. ഓക്കെ, ഈ ഒരു റിയലൈസേഷൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില പ്ലാനറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റങ്ങൾ എന്തോ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം അവർ എന്തായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് നെക്സ്റ്റ് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. പേജ് ഓഫ് കപ്സ്, 8 of Wands, the devil energy. Okay, 2 of Wands. Okay, so മെയിൻ ഞാൻ എന്തോ പറയാൻ വന്നു, സോറി വിട്ടുപോയി. എനിക്ക് പേജ് ഓഫ് കപ്സ് കാണുന്നത് ഐ തിങ്ക് ഇത് നിങ്ങൾ ഞാൻ ഏതോ റീഡിങ്ങുമായിട്ട് എനിക്ക് കണക്ഷൻ തോന്നി. അത് ഏത് റീഡിംഗ് ആണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. എനിവേ ഇവിടെ പേജ് ഓഫ് കപ്സ് എനർജി ഉണ്ട്, തിരിച്ച് വരുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ തീർച്ചയായിട്ടും തിരിച്ച് വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ഇപ്പം ഒരു അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അതും അവർ വരും, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതും വളരെ കുറച്ച് ദിവസം തന്നെ പ്രതീക്ഷിക്കാം, ഒരുപാട് സമയമൊന്നും വേണ്ട. 8 of Wands ഉണ്ട് ഇവിടെ. ഐ തിങ്ക് ഞാൻ ഫേസ്ബുക്കിലിട്ട ഇൻസ്റ്റാഗ്രാമിലിട്ട റീഡിങ്ങിലാണ് തോന്നുന്നു ഇത് കണ്ടതാണ് ഞാൻ. ഓക്കെ, സോ ഇവിടെ 8 of Wands പറയുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, പേജ് ഓഫ് കപ്സും അത് തന്നെയാണ്, ഒരു ഓഫറുമായിട്ട് വരുന്ന രീതിക്കാണ്. ഒരു ചെറിയൊരു സോഫ്റ്റായിട്ട് നമ്മൾ ഒരു സ്നേഹത്തോടെയുള്ള ചെറിയൊരു മെസ്സേജുമായിട്ട് വരുന്ന രീതി കാണുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സ് തുറന്ന് ചെറിയൊരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 8 of Wands കമ്മ്യൂണിക്കേഷൻ, യെസ്, അവർ നിങ്ങളോട് കുറേ മെസ്സേജസ് വരുന്ന രീതി കാണുന്നുണ്ട്. ചിലപ്പോൾ തുരുതുര കുറേ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ സംസാരങ്ങൾ വന്നേക്കാം. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇനീഷ്യേഷൻ വരും. ആൻഡ് അതിനുശേഷം ഇവിടെ നിങ്ങൾ തമ്മിലൊരു സംസാരം എന്നുള്ള രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പരസ്പരം മനസ്സ് തുറന്ന് അതിപ്പോൾ വഴക്കായാലും വന്നോട്ടെ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, സ്നേഹത്തോടെ തന്നെ സംസാരിക്കാൻ നിർബന്ധമൊന്നുമില്ല. സോ പേഴ്സൺ ഐ തിങ്ക് ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. ഒന്ന് അവരെ പേടിയായിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അവർക്കുള്ളിൽ ചില പേടികളുണ്ട്, ഫിയേഴ്സ് ഉണ്ട് അവരുള്ളിൽ. വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളോടുള്ള ഒബ്സഷനാണ്, നിങ്ങളോട് വളരെയധികം. ആക്ച്വലി ഇവിടേക്ക് ആ ഫ്രൂട്ട്സും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ഏതൻ തോട്ടം എന്നുള്ള രീതിക്ക് ഓർമ്മ വരുന്നുണ്ട്. സോ അവർക്ക് നിങ്ങളോട് ഒരുപാട് ടെംപ്ടേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ മാറി നിന്നിട്ട് അവർക്ക് ശരിയായ റിയലൈസേഷൻ വന്നു തരാം നിങ്ങൾ എന്താണെന്നുള്ളത്. അവരുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ആൻഡ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട ഡിലേ മാത്രമേ ഇവിടെയുള്ളൂ. ഓക്കെ, ഒരു തീരുമാനം ആൻഡ് പ്ലാനിങ് എനിക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള വഴികൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അത്രത്തോളം പുള്ളാണ് നിങ്ങളുടെ അടുത്തേക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഡെവിൾ എനർജി വന്നതുകൊണ്ട് ജസ്റ്റ് ഒരു കാര്യം പറയാം, ഒന്ന് സൂക്ഷിച്ച് നിൽക്കാം. ഓക്കെ, അവർ പാസ്റ്റിലെ ബിഹേവിയർ പോലെ വീണ്ടും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ തവണയും ഞാൻ പറയുന്ന അഡ്വൈസാണ്, എല്ലാവർക്കും അറിയാം. സോ നിങ്ങളൊന്ന് ഫുള്ളി അപ്പോഴേക്കും അവർ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങനെ ഫ്ലാറ്റ് ആവണ്ട. ഓക്കെ, കുറച്ചൊന്ന് നിങ്ങളെ തന്നെ ഒരു കൺട്രോൾ വയ്ക്കും. ഓക്കെ, ആൻഡ് 2 of Wands ആൻഡ് 3 of Wands പറയുന്ന അവർ ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ട് അവരുടെ മനസ്സിൽ. നിങ്ങളെ മീറ്റ് ചെയ്യണം, കാണണം, സംസാരിക്കണം എന്നുള്ള പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വരാനുള്ള സാധ്യതയാണ്. Queen of Pentacles എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഇതാണ് കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടും എന്ന് തോന്നുന്നുണ്ട്, നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്ന രീതിക്കുണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. സോ അത് നമ്മുടെ ഈ എക്ലിപ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇതെല്ലാം കൂടിയിട്ട് അവരുടെ മനസ്സിൽ ചില തിരിച്ചറിവുകൾ കൊണ്ടുവന്നുണ്ട്, അതിൻ്റെ ലക്ഷണമാണിത്. ഓക്കെ, സോ എന്തായാലും പോസിറ്റീവായിട്ടിരിക്കും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കാൻ മറക്കരുത് പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ വാല്യൂ വിട്ട് കളഞ്ഞ് അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ ഇതാക്കരുത്. നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക കുറച്ച് ദിവസം. ഓക്കെ, അവരുടെ ബിഹേവിയർക്ക് ഒന്ന് വാച്ച് ചെയ്യൂ. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.